ജീവിതത്തിൽ ഭർത്താവിന്റെ കോലത്തിലും അള്ള പരീക്ഷിക്കും, ഭാര്യന്റെ കോലത്തിലും പടച്ചോൻ പരീക്ഷിക്കും, മക്കളെ രീതിയിലും പടച്ചോൻ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കുമ്പോഴേക്കും നമ്മക്കേ അതുള്ളൂ എന്ന് ചിന്തിക്കരുത്. അതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവർ ഈ ദുനിയാവിലുണ്ട്. ഇതേ രാജ്യത്ത് വെച്ച് സ്വന്തം മക്കളുടെ കല്യാണം തീരുമാനിച്ച ഒരു ഉമ്മ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. മൂത്ത മകൻ, ആ മകന്റെ വിവാഹം തീരുമാനിച്ച് ഈ നാട്ടിലേക്ക് വിമാനം കയറുമ്പം ആ ഉമ്മാക്കും 2 ആൺമക്കൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, വിവാഹത്തിന്റെ മുൻപ് വാപ്പാന്റെ ഒപ്പരം കുറച്ചു മാസം ഇവിടെ താമസിക്കണം എന്ന്. 3 മാസം ഇവിടെ താമസിക്കുന്നതിന് പോകുന്നതിന്റെ തലേന്ന് 2 ദിവസം മുൻപ് രാത്രി മക്കള് പറഞ്ഞ പറമ്പ് നോക്കി വാപ്പ വാങ്ങി വീട് വെച്ചു. മക്കള് പറഞ്ഞ രീതിയിൽ മക്കൾക്ക് 2 റൂം ഒരുക്കി. മൂത്തവന്റെ കല്യാണം ആ വീട്ടിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ച വാപ്പ കല്യാണത്തിന്റെ മുൻപ് വാപ്പന് മക്കളോട് പറഞ്ഞു, ഉമ്മാനെയും കൂട്ടി ഒന്ന് ഗൾഫിക്ക് പോരി, ഇനി അങ്ങനെ വരാനൊന്നും പറ്റൂലല്ലോ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിൽക്കേണ്ടി വരും. ഈ നാട്ടിൽ വന്ന ഉമ്മയും 2 ആൺകുട്ടികളും തിരിച്ചു പോകുന്നതിന്റെ 2 ദിവസം മുൻപ് ഇനിയും അല്പസ്വല്പം സാധനം വാങ്ങാമെന്ന് കരുതി റോട്ടിലേക്ക് ഇറങ്ങിയപ്പം പിന്നീട് ആ വാപ്പ കേട്ടത് ആ 2 മക്കളുടെ മയ്യത്ത് ഇവിടെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നാ. കയ്യും കാലും പൊട്ടി അങ്ങേയറ്റം സങ്കടപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുന്ന മാതാവിനെ ശ്രദ്ധിക്കാൻ പറ്റാതെ ആ 2 ആൺമക്കളുടെ മയ്യത്ത് എടുത്തിട്ട് നാട്ടിക്ക് വന്നിട്ടുണ്ട് ആ വാപ്പ. ഇപ്പോഴും കുണ്ടായിത്തോടിനടുത്ത്, കോഴിക്കോട്ടുകാർക്കറിയാം, കോഴിക്കോട് ചെറുവണ്ണൂരിലെ കുണ്ടായിത്തോടിന്റെ റോഡ് വക്കിൽ ആളൊഴിഞ്ഞ പ്രേതാലയം പോലെ പണി തീർന്നിട്ടും കയറിക്കൂടാൻ പറ്റാത്ത വീട്ടിന്റെ ഉമ്മറത്ത് 2